Hello friends, this is Firoz from Master Media. Adobe Illustrator ഈ ഒരു പാർട്ടിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് Pathfinder എന്നുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ്. Pathfinder. മുൻപ് നമ്മൾ ടൂൾസ് കാറ്റഗറിയിൽ പഠിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഷേപ്പുകളും അതുപോലെ നമ്മൾ വരച്ചെടുക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളൊക്കെ തന്നെ ചേഞ്ച് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് Pathfinder എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. ഷേപ്പുകൾ ഉപയോഗിച്ച് ലോഗോസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ഐക്കൺസ്, പിക്ടോഗ്രാംസ്, സൈനേജ് ഐക്കൺസ്, ഇതൊക്കെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് Pathfinder ഓപ്ഷൻസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് Pathfinder ഓപ്ഷൻസ് ഒരു ഡ്രോയിങ്ങിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ ആദ്യം വിൻഡോ മെനുവിൽ Pathfinder സെലക്ട് ചെയ്തു. Pathfinder ഷിഫ്റ്റ് കൺട്രോൾ F9 ആണ് അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം Pathfinder ഓപ്ഷൻ ഇവിടെ അപ്പിയർ ആയിട്ടുണ്ട്. ഇതിൽ ഷേപ്പ് മോഡ്സ് ആൻഡ് Pathfinders അങ്ങനെ രണ്ട് കാറ്റഗറിയാണ് കാണാൻ പറ്റുന്നത്. അതിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ഷേപ്പ് മോഡ്സിനെയാണ്. ഷേപ്പ് മോഡിൽ ആദ്യം യുണൈറ്റ് എന്ന് പേരുള്ള ഒരു ഫംഗ്ഷനാണ് യുണൈറ്റ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സർക്കിൾ ഷേപ്പ് വരയ്ക്കുകയാണ്. സർക്കിൾ ഷേപ്പ്. ദെൻ ഈ സെയിം സർക്കിൾ ഷേപ്പിന് തന്നെ ഞാനൊരു കോപ്പി ചെയ്ത് ഇങ്ങോട്ട് എടുത്തു വെച്ചു. ഈ രണ്ട് ഷേപ്പ് കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ യുണൈറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ രണ്ട് ഷേപ്പുകൾ, അതായത് ആദ്യം ഞാനൊരു സർക്കിൾ വരച്ചു, അതിൻ്റെ കോപ്പി വരച്ചു. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. ഈ രണ്ട് ഷേപ്പിനെയും ഒരു സിംഗിൾ ഷേപ്പാക്കി മാറ്റുകയാണ്. നമുക്ക് നോക്കാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് മാറ്റാണ് വരുന്നതെന്നുള്ളത്. ജസ്റ്റ് ഞാനതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ആ രണ്ട് ഷേപ്പും ഒരൊറ്റ സിംഗിൾ ഷേപ്പായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ മൾട്ടിപ്പിളായിട്ട് വരയ്ക്കുന്ന ഷേപ്സിനെ ഒരു സിംഗിൾ ഷേപ്പായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. സോ ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം. ഞാനിപ്പോൾ ഒന്നിൽ കൂടുതൽ സർക്കിൾസ് ഇവിടെ വരയ്ക്കുന്നുണ്ട്. പല സൈസിലുള്ള കുറച്ച് സർക്കിൾസ് ഇവിടെ വരച്ചു. എന്നിട്ട് ഞാൻ ഒന്നിച്ച് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ യുണൈറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഞാൻ വരച്ചിരിക്കുന്ന ആ ഷേപ്പിലുള്ള സർക്കിൾസ് എല്ലാം കൂടെ ഒരൊറ്റ സിംഗിൾ ഒബ്ജക്റ്റായി ഇവിടെ മാറിയിരിക്കുകയാണ്. സപ്പോസ് ഇപ്പോൾ ഒരു ക്ലൗഡിൻ്റെ എഫക്റ്റൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ യൂസ് വെച്ച് ചെയ്യാം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന പല വെക്റ്റർ ഡിസൈൻസിലും നമുക്ക് ഷെയ്ഡുകളൊന്നും വേണ്ട. ഒരു സോളിഡ് ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന എല്ലാ ഷേപ്സും ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഇവിടെ യുണൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഫ്ലാറ്റ് സർഫേസിലുള്ള ഒബ്ജക്റ്റ് ആയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യുണൈറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഇതിൽ മൈനസ് ഫ്രണ്ട് എന്നുള്ളൊരു ഓപ്ഷനാണ്. മൈനസ് ഫ്രണ്ട്. അപ്പോൾ അതെങ്ങനെ നോക്കാം. അതിന് വേണ്ടിയിട്ടും ഞാനിവിടെ രണ്ട് സർക്കിൾ വരച്ച് നിങ്ങളെ കാണിക്കാം. അധികവും ഈ ഫങ്ഷൻസൊക്കെ സർക്കിൾ ഷേപ്പിലാണ് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക. ബാക്കിയുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ഇതുപോലത്തെ സർക്കിൾ ഷേപ്പാണ് കുറച്ചും കൂടി നല്ലത്. സോ ഇവിടെ ഞാൻ രണ്ട് സർക്കിൾ വരച്ചു, സെലക്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് വരുന്ന രണ്ടാമത്തെ ഓപ്ഷൻ മൈനസ് ഫ്രണ്ട് അപ്ലൈ ചെയ്യാണ്. ഇവിടെ അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ രണ്ടാമത് വരച്ചിരിക്കുന്ന ആ സർക്കിൾ പൂർണ്ണമായും കട്ടായിപ്പോയി. മാത്രമല്ല ഫസ്റ്റ് സർക്കിളിലേക്ക് ചേർന്ന് കിടക്കുന്ന അതിൻ്റെ ബാക്കി പോർഷനും അതിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് തന്നെ ഇവിടെ മൈനസ് ഫ്രണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് മൈനസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ഓപ്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ ഒരിക്കൽ കൂടി കാണിക്കാം അത്. ഇപ്പോൾ നമുക്കിവിടെ ബാക്കി പോർഷനായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഷേപ്പിൽ ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റാർ ഷേപ്പ് വരച്ചു. രണ്ടും ഒരുമിച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. വീണ്ടും ഞാനിവിടെ മൈനസ് ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ആ ഒരു വരച്ചിരിക്കുന്ന സ്റ്റാർ ഷേപ്പ് കംപ്ലീറ്റ് കട്ടായിപ്പോയി. കംപ്ലീറ്റ് കട്ടായി എന്ന് മാത്രമല്ല നമുക്ക് അതിലേക്ക് മെർജ് ചെയ്ത് നിൽക്കുന്ന ബാക്കി പോർഷൻ കൂടി അതിൽ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈനസ് ഫ്രണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാണ്. Pathfinder പാനലിൽ നെക്സ്റ്റ് വരുന്നത് ഇൻ്റർസെക്റ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇൻ്റർസെക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വീണ്ടും രണ്ട് ഷേപ്പ് വരച്ചു, സെലക്ട് ചെയ്ത് ഞാൻ ഇൻ്റർസെക്റ്റ് കൊടുക്കുകയാണ്. ഇൻ്റർസെക്റ്റ് കൊടുക്കുമ്പോൾ നമ്മളിവിടെ വരച്ച രണ്ട് ഷേപ്പിൻ്റെയും മിഡിൽ പോർഷൻ വിസിബിളായി ബാക്കിയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് കട്ടായി പോവാണ്.
അതായത് കൺട്രോൾ സെൻറ്റർ അടിച്ച് ഞാൻ കാണിക്കാം. നമ്മളിപ്പോൾ 2 സർക്കിളിലൂടെ വരച്ചു. ദെൻ ഇൻ്റർസെക്റ്റ് കൊടുത്തു. ഇൻ്റർസെക്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ മിഡിൽ പോർഷനിലുള്ള ആ ഒരു ഷേപ്പ് മാത്രം അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ എക്സ്ട്രാ വരുന്ന ബാക്കി ഭാഗങ്ങൾ കംപ്ലീറ്റ് കട്ടായി പോവാണ്. ഇത് ശരിക്കും മറ്റൊരു ഷേപ്പിലൂടെ കാണിക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചു. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു സർക്കിൾ ഷേപ്പ് കൂടി വരച്ചു. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ വരുന്ന ഈ ഒരു പോർഷനാണ് ഇത് രണ്ടിലെയും കൂടി മെർജായി നിൽക്കുന്നത്. ഈ സെൻറ്ററിൽ വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഈ ലൈറ്റ് ബ്ലൂ കളറായിട്ടുള്ള റെക്റ്റാങ്കിൾ ഷേപ്പും ഡാർക്ക് ബ്ലൂ കളറായിട്ടുള്ള സർക്കിൾ ഷേപ്പും കൂടി മെർജായി നിൽക്കുന്നത് ഈ സെൻറ്ററിൽ നിൽക്കുന്ന ഈ പോർഷനാണ്. അപ്പോൾ ആ പോർഷൻ മാത്രം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഇൻ്റർസെക്റ്റ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പുറമേ വരുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് റിമൂവ് ആയി പോകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല വിധേനയുള്ള ഷേപ്പുകൾ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് എക്സ്ട്രൂഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. എക്സ്ട്രൂഡ്. അപ്പോൾ എക്സ്ട്രൂഡ് എന്താ നോക്കാം. ഞാനിവിടെ വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്തു. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കോപ്പി എടുത്തു. Ctrl+C Ctrl+F ആണ് അടിക്കുന്നത്. Ctrl+F അടിക്കുമ്പോൾ സെയിം ഒബ്ജക്റ്റിൻ്റെ മുകളിൽ തന്നെ നമുക്കതിൻ്റെ കോപ്പി കിട്ടും. അതിനുശേഷം ഞാൻ ഒന്ന് തിരിച്ചു വെച്ചു ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ഇവിടെ 2 റെക്റ്റാങ്കിൾ ഷേപ്പാണുള്ളത്. രണ്ടും ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഞാൻ എക്സ്ട്രൂഡ് ഓപ്ഷൻ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് മിഡിലിൽ വരുന്ന കംപ്ലീറ്റ് ഏരിയയും കട്ടായിപ്പോയി. നമുക്കത് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ കാണാൻ പറ്റും. ഇവിടെ അത് വൈറ്റ് കളറല്ല, അത് കംപ്ലീറ്റ് കട്ടായി പോയ ഭാഗങ്ങളാണ്. നമുക്കിതിൻ്റെ ഈ അരികിലായിട്ട് വന്നിരിക്കുന്ന കംപ്ലീറ്റ് കോർണേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. വേണമെങ്കിൽ ഒന്ന് അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞ് നോക്കാം. അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെപ്പറേറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു കോർണർ കംപ്ലീറ്റ് വേണമെങ്കിൽ പോയിൻറ്റ്സ് വെച്ച് എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ 2 മുകളിലും താഴെയുള്ള 2 കോർണേഴ്സ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ കളറൊന്ന് മാറ്റി. അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും വരുന്ന ഈ കോർണേഴ്സ് സെലക്ട് ചെയ്തു. വീണ്ടും ഞാനിതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്സിനെ പലതരത്തിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം എക്സ്ട്രൂഡ് ഓപ്ഷൻ വെച്ചിട്ട്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ലോഗോസൊക്കെ ഡിസൈൻ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന കുറേ ഓപ്ഷൻസാണ് ഈ Pathfinders ഓപ്ഷൻ. സോ നമുക്ക് ഇതിൽ വരുന്ന ചില ഫംഗ്ഷൻസൊക്കെ ഉപയോഗിച്ച് വളരെ ഈസിയായി ലോഗോസൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു ചെറിയൊരു ലോഗോൻ്റെ എക്സാമ്പിൾ കാണിക്കാം. ഞാനിവിടെ ഒരു സർക്കിൾ ഷേപ്പ് വരച്ചു. അതിൻ്റെ മുകളിൽ ഞാനൊരു ലെറ്റർ ടൈപ്പ് ചെയ്തു. ഒരു M എന്നുള്ള ലെറ്റർ ടൈപ്പ് ചെയ്തു. ഞാനിവിടെ വരച്ച ഷേപ്പിൻ്റെ സ്ട്രോക്ക് നന്നായി കൊടുത്തു. അതിനുശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ബ്രഷ് 445 BT എന്നുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു ഒന്നോ അതിൽ കൂടുതലോ ലെറ്റേഴ്സൊക്കെ വരുന്ന ലോഗോസ് നമ്മൾ പലപ്പോഴും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ M മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഞാനൊരു മറ്റൊരു ലെറ്റർ കൂടി അടിക്കുന്നത്. B എന്നുള്ള ഒരു ലെറ്റർ അടിച്ചു, സ്മോൾ ലെറ്റർ B. ഇപ്പോൾ ഇവിടെ MB എന്നുള്ള ഒരു ലോഗോ ആണ് നിങ്ങൾ ചെയ്യുന്നത് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ മാത്രമാണ്. 2 ടെക്സ്റ്റും കുറച്ച് വലുതാക്കി ആ ഒരു സർക്കിൾ ഷേപ്പിൻ്റെ കുറച്ച് പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചു. ചില ഭാഗങ്ങൾ ഉള്ളിലാണ്, മറ്റ് ചില ഭാഗങ്ങൾ പുറത്തേക്കാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ആ ഒരു ടെക്സ്റ്റിനെ ഞാൻ ക്രിയേറ്റ് ഔട്ട്ലൈൻ ചെയ്തു. ക്രിയേറ്റ് ഔട്ട്ലൈൻ എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ മുൻപ് പഠിച്ചിരുന്നു. ഇപ്പോൾ ടെക്സ്റ്റ് ഫോർമാറ്റിൽ നിന്ന് അതിനൊരു ഒബ്ജക്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ് ഔട്ട്ലൈനായിട്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന ഈ സർക്കിളും MB എന്നുള്ള ഈ ടെക്സ്റ്റും കൂടെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് ഞാനിവിടെ എക്സ്ട്രൂഡ് എന്നുള്ള ഈ ഒരു Pathfinder ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റ് ബ്ലാക്കും ഇൻസൈഡിൽ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് ഏരിയ ആണ്. ആക്ച്വലി അവിടെ വൈറ്റ് അല്ല, കളറില്ലാത്തൊരു പോർഷനാണ്. നമുക്കത് കളർ ആഡ് ചെയ്യാം. മറ്റൊരു സർക്കിൾ അതിൻ്റെ ബാക്ക് സൈഡിൽ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിംഗ് ആയിട്ട് വരുന്ന ഏരിയയിൽ നമുക്ക് സോളിഡ് കളർ കിട്ടും. ഇപ്പോൾ ഇവിടെ കളർ കട്ടായി പോയിരിക്കുകയാണ് അവിടെ. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെയൊക്കെ ചില ടെക്സ്റ്റുകൾ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് നിൽക്കുന്ന ടെക്സ്റ്റ് ആണെങ്കിൽ പോലും പുറത്തേക്ക് വരുന്ന ഏരിയകൾ ആ ഒരു ഷേപ്പിൻ്റെ കളർ വരുന്ന മെത്തേഡ്. ഇപ്പോൾ ഞാനിവിടെ ഷേപ്പ് സെലക്ട് ചെയ്തു. പുറത്തേക്ക് വരുന്ന ഈ ഒരു ബ്ലാക്ക് ഷേപ്പും സെലക്ട് ചെയ്ത് ഞാനിവിടെ കളറൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ സെപ്പറേറ്റ് വരച്ചെടുക്കാനോ കട്ട് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. വളരെ ഈസിയായി ഈ എക്സ്ട്രൂഡ് ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇത്രയാണ് പാത്ത്ഫൈൻഡറിലെ ഷേപ്പ് മോഡ്സിൽ വരുന്ന കാര്യങ്ങൾ. ഞാനിവിടെ ഷേപ്പും അതുപോലെ ടെക്സ്റ്റുകളൊക്കെ വെച്ച് അതെന്താണ് എന്നുള്ള മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ട് ആ വർക്കിലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ യൂസേജ് നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് പാത്ത്ഫൈൻഡേഴ്സ് കാറ്റഗറിയിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം.
ഇതിൽ ഫസ്റ്റ് വരുന്നത് ഡിവൈഡ് എന്നുള്ള ഓപ്ഷനാണ്, ഡിവൈഡ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരു സർക്കിൾ ഷേപ്പ് വരച്ചു. ദെൻ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാണ്. കുറച്ചൊന്ന് സെൻറ്റർ പോർഷനിലേക്ക് മൂവ് ചെയ്തു. സെയിം സർക്കിൾ ഷേപ്പിൻ്റെ തന്നെ മറ്റൊരു കോപ്പി കൂടി ഇങ്ങോട്ട് വെച്ചു. ഇപ്പോൾ 3 ഒബ്ജക്റ്റുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 3 ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡിവൈഡ് കൊടുത്തു. ഡിവൈഡ് കൊടുത്ത സമയത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കണക്റ്റായി കിടക്കുന്ന കംപ്ലീറ്റ് സെഗ്മെൻറ്റ്സും കട്ടായി പോയിട്ടുണ്ട്. എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺഗ്രൂപ്പ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്യാം. അൺഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോന്നൊന്ന് മൂവ് ചെയ്ത് നോക്കാം നമുക്ക്. സി, ഇപ്പോൾ ഇതിൽ കണക്റ്റായി കിടന്ന എല്ലാ ഷേപ്സും സെപ്പറേറ്റ് ആയി. ഈ ഒരു ഫംഗ്ഷനും നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള ഒന്ന് തന്നെയാണ്, ഡിവൈഡ്. അതായത് ഇടകലർന്ന് നിൽക്കുന്ന ഷേപ്സിൻ്റെ ഓരോ പാർട്ടിനെയും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഡിവൈഡ് ഓപ്ഷൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചു. ദെൻ ഞാൻ നെക്സ്റ്റ് വരയ്ക്കുന്ന ലൈൻസ് ആണ്. ഞാൻ കുറച്ച് കൂടുതൽ ലൈൻസ് പല ഡയറക്ഷനിൽ വരച്ചു. അതിനുശേഷം ഓൾ സെലക്ട് ചെയ്ത് ഡിവൈഡ് കൊടുത്തു. ഇപ്പോൾ ഈ ലൈൻസ് പാസ് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായിട്ട് കട്ടായി പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്യാം. അൺഗ്രൂപ്പ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ച ഒരു ഷേപ്പിനെ അല്ലെങ്കിൽ ഡ്രോയിങ്സ് എന്തോ ആയിക്കോട്ടെ അതിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇതും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തും ഡ്രോ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് ഡിവൈഡ്. സോ ഇതിൽ നെക്സ്റ്റ് വരുന്നത് ട്രിം എന്നുള്ളൊരു ഓപ്ഷനാണ്, ട്രിം. ഇപ്പം എന്താണ് ട്രിം എന്നുള്ളത് നെക്സ്റ്റ് പരിചയപ്പെടാം. ട്രിം പരിചയപ്പെടാൻ വേണ്ടി ഞാൻ വീണ്ടും ഇവിടെ കുറച്ച് റെക്റ്റാങ്കിൾ ഷേപ്സ് വരയ്ക്കുകയാണ്. ദെൻ ഈ 4 റെക്റ്റാങ്കിൾ കൂടെ സെലക്ട് ചെയ്തു, ട്രിം കൊടുത്തു. ട്രിം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മുറിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം സെലക്ട് ചെയ്തു. ട്രിം ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിവൈഡ് കൊടുത്ത പോലെ തന്നെ ഫസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണില്ല. അതിനുശേഷം ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യാം. അൺഗ്രൂപ്പ് ചെയ്താൽ ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് വരച്ചിട്ടുള്ള ഈ റെക്റ്റാങ്കിളും സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു പോർഷൻ അവിടെ കട്ടായിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അടുത്തുള്ള റെക്റ്റാങ്കിളും ഇങ്ങനെ കട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഷേപ്സിനെ കംപ്ലീറ്റ് ട്രിം ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ബേസിക്കലി നിങ്ങൾ ഡിവൈഡും ട്രിമ്മും കാണുമ്പോൾ ഏകദേശം സെയിം ആണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഡിഫറൻ്റ് ഉണ്ട്. ഞാനത് കാണിക്കാം ഒന്നുകൂടി. ഇപ്പോൾ 3 സർക്കിൾ ഇവിടെ വരച്ചു. ഞാനും കൂടെ മൂവ് ചെയ്ത് അതിൻ്റെ തന്നെ കോപ്പി എടുത്ത് വെച്ചു. ഇതിൽ ഞാൻ ഡിവൈഡ് കൊടുത്തു. ഇവിടെ ഞാൻ ട്രിം കൊടുത്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ട്രിം കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ബ്ലൂ ലൈൻസ്, അതിൻ്റെ സ്ട്രോക്ക് ഏരിയയിൽ വരുന്ന സെലക്ഷൻ ലൈൻസ് ഇവിടെ നമുക്കത് കാണുന്നില്ല. 3 ഷേപ്പും കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന അതിൻ്റെ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള എല്ലാ പോർഷൻസും കട്ടായി മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു എഡ്ജ് ഏരിയ മാത്രമാണ് കട്ടാവുന്നത്. ഞാനിതിൻ്റെ കളറൊന്ന് മാറ്റാം. ഒരു യെല്ലോ കളറിലേക്ക് മാറുമ്പോൾ ആ ലൈൻസ് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ വരയ്ക്കുന്ന ആ ഷേപ്സിൻ്റെ എഡ്ജസ് ബേസ് ചെയ്തിട്ടാണ് ട്രിം ശരിക്കും കട്ടായി വരുന്നത്. നേരെ മറിച്ച് ഡിവൈഡിലേക്ക് വരുമ്പോൾ കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന ആ 3 ഷേപ്പിൻ്റെയും ഇൻസൈഡിൽ വരുന്ന ആ ഒരു ഏരിയ വരെ നമുക്ക് ഡിവൈഡ് ചെയ്ത് മാറ്റി വെക്കാം. സോ അതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ട്രിം ഓപ്ഷനും അതുപോലെ തന്നെ ഡിവൈഡും. ഇനി നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടാൻ പോകുന്ന മെർജ് ഓപ്ഷനിലും കമ്പാരിറ്റീവ്ലി സെയിം തന്നെയാണ്, പക്ഷേ ഒരു ചെറിയ ഡിഫറൻറ്റ് നമുക്കതിൽ കാണാൻ സാധിക്കും. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന മെർജ് ഓപ്ഷൻ എന്താ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1-2 സർക്കിൾ വരച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾ കാണുമ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ ആ ഒരു ട്രിം ഓപ്ഷനായിട്ട് വളരെ സാമ്യം തോന്നിക്കും. പക്ഷേ എന്നിരുന്നാലും ചില മാറ്റങ്ങൾ മെർജ് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. സോ ഞാൻ ഈ 3 സർക്കിളിൽ ഒരു സർക്കിളിൻ്റെ കളറൊന്ന് മാറ്റി. തന്നെ ഇവിടെ മെർജ് കൊടുത്തു. ഇനി ഇതിൽ ഒന്ന് അൺഗ്രൂപ്പ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡാർക്ക് ബ്ലൂ കൊടുത്ത ഏരിയ സെപ്പറേറ്റ് ആയി, ലൈറ്റ് ബ്ലൂ വന്ന ഏരിയ മെർജായിട്ടും മാറി. അപ്പോൾ ഇവിടെ ഒരു കളറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റിംഗ് മെത്തേഡും കൂടിയാണ് മെർജ് ഓപ്ഷനിൽ നടക്കുന്നത്. നേരെ മറിച്ച് ഞാൻ ഇതേ കളർ കോമ്പിനേഷനിൽ തന്നെ സെയിം ഷേപ്പ് ഇവിടെ വരച്ചു, കോപ്പി ചെയ്തു, നമുക്ക് ഒരു ഡാർക്ക് ബ്ലൂ അപ്ലൈ ചെയ്തു. ഞാനിവിടെ 3 സർക്കിളും സെലക്ട് ചെയ്ത് ട്രിം കൊടുത്തു. അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കിവിടെ സെപ്പറേറ്റ് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ട്രിം ശരിക്കും പറഞ്ഞാൽ ആ ഒരു സെഗ്മെൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഔട്ട്ലൈനെ ബേസ് ചെയ്തിട്ടാണ് കട്ടാവുന്നത്. പക്ഷേ മെർജിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ബേസിക്കലി ഇത് രണ്ടും സെയിം ആയി തോന്നുന്നുണ്ടെങ്കിലും ഡ്രോ ചെയ്യുമ്പോൾ പല ഷെയ്ഡ്സുകളൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെർജും ട്രിമും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതിൽ പറയാനുള്ളത് ക്രോപ്പാണ്, ക്രോപ്പ് ഓപ്ഷൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ലാസ്റ്റ് വരച്ചിട്ടുള്ള ഈ ഒരു സർക്കിൾ ഷേപ്പ് തന്നെ ഞാൻ യൂസ് ചെയ്യുകയാണ്. അതിൻ്റെ കോപ്പി എടുത്തു, സെലക്ട് ചെയ്തു, ക്രോപ്പ് കൊടുത്തു. ക്രോപ്പ് കൊടുത്തപ്പോഴും മുൻപ് നമ്മൾ കണ്ട ഇൻ്റർസെക്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ്റെ ഔട്ട്പുട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അഡീഷണൽ ആയിട്ട് നമുക്കിവിടെ ഒരു ബോർഡർ ലൈൻ കൂടി കിട്ടിയിട്ടുണ്ട്. അതായത് ആ കട്ടായി പോയ സർക്കിളിൻ്റെ ബോർഡർ ലൈൻ കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. മുൻപ് ഇൻ്റർസെക്റ്റ് വെച്ച് കട്ട് ചെയ്ത സമയത്ത് നമുക്ക് ആ മിഡിലായിട്ട് വരുന്ന ഭാഗം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ക്രോപ്പ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ എക്സ്ട്രാ വരുന്ന ആ ലൈൻസ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലൊക്കെ ഈ സ്ട്രോക്കിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു തരത്തിലുള്ള ഡിസൈനൊക്കെയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ഇവിടെ എക്സാമ്പിൾ കാണിച്ചപ്പോൾ തന്നെ ഒരു കാർട്ടൂൺ ക്യാരക്ടറുള്ള ഐ ഷേപ്പ് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിൾ വരച്ചു, ദെൻ വൈറ്റ് കളർ ഫില്ല് ചെയ്തു. ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ഐ ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ വെച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചപ്പോൾ ഇങ്ങനെ ഷേപ്പ് വന്നതുകൊണ്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വരച്ചെടുക്കുന്ന പല വിധേനയുള്ള ഷേപ്സിലും ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് ഷേപ്പിനെ ചേഞ്ചസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാത്ത്ഫൈൻഡർ ഓപ്ഷനിൽ വരുന്നത് ഔട്ട്ലൈൻ ആണ്. ഔട്ട്ലൈൻ സിമ്പിളാണ്. നമ്മൾ വരയ്ക്കുന്ന ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഔട്ട്ലൈൻ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. സെലക്ട് ചെയ്ത് ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇൻസൈഡിൽ വന്ന കംപ്ലീറ്റ് ഫിൽ കളർ ഏരിയ റിമൂവ് ആയി. പകരം എഡ്ജിലുള്ള ആ ഒരു ബോർഡർ ഏരിയ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ തിക്നെസ് കൂട്ടി കൊടുത്താൽ ഒന്നുകൂടി നമുക്കത് വിസിബിൾ ആവും. സോ ഔട്ട്ലൈൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷേപ്സിൻ്റെ ബോർഡേഴ്സിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സ്ട്രോക്കുകൾ തമ്മിലുള്ള പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ദെൻ ലാസ്റ്റ് ഇതിൽ വരുന്നത് മൈനസ് ബാക്ക്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. രണ്ട് ഷേപ്പുകൾ വരച്ചുകൊണ്ട് ഇവിടെ മുൻപ് നമ്മൾ മൈനസ് ഫ്രണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ പരിചയപ്പെട്ടിരുന്നു. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് മൈനസ് ബാക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഡിഫറൻറ്റ് മാത്രമേ ഇതിലുള്ളൂ. മുൻപ് നമ്മൾ പറഞ്ഞത് മൈനസ് ഫ്രണ്ട് ആണെങ്കിൽ ഇവിടെ വരുന്നത് മൈനസ് ബാക്ക് ആണ്. അതായത് നമ്മൾ വരച്ച രണ്ട് ഷേപ്പുകളിൽ നിന്ന് ഒരു ഷേപ്പിനെ പൂർണ്ണമായും കട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം ഏതാണോ അത് മാത്രം അവിടെ നിലനിർത്തുന്ന ആ ഒരു രീതിയാണ് ബാക്ക് മൈനസ് എന്ന് പറയുന്നത്. സെയിം മെത്തേഡ് തന്നെയാണ് മൈനസ് ഫ്രണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനും പറഞ്ഞത്. പക്ഷേ മൈനസ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഷേപ്പിനെയാണ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയുന്നത്. ആ ഒരു ഡിഫറൻറ്റ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. സോ ഇതാണ് പാത്ത്ഫൈൻഡർ പാനലിൽ ഷേപ്പ് മോഡ്സിലും പാത്ത്ഫൈൻഡേഴ്സിലും വരുന്ന ഓപ്ഷൻസ്. ഞാനിവിടെ കുറച്ച് ഷേപ്പുകൾ വരച്ചുകൊണ്ട് ആ ഓപ്ഷൻസിനെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന റഫായിട്ട് ചെയ്യുന്ന ഡിസൈൻ ആണെങ്കിലോ അതല്ലെങ്കിൽ ഡ്രോയിങ് ആണെങ്കിലോ എന്തിലാണെങ്കിലും ഈ പറയുന്ന ഫംഗ്ഷൻ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് എക്സാമ്പിൾ നമ്മൾ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ വളരെ ലെങ്തി ആയി മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കുറച്ച് ഷേപ്പുകളിലൂടെ മാത്രം അതൊന്ന് പരിചയപ്പെടുത്തി തന്നത്. സോ നിങ്ങൾക്കത് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. ലോഗോ ഡിസൈനിങ്ങിലൊക്കെ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഈ പറയുന്ന പാത്ത്ഫൈൻഡേഴ്സിൽ വരുന്ന എല്ലാ ഓപ്ഷൻസും തന്നെ. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഷേപ്പുകൾ, ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച റെക്റ്റാങ്കിൾ ആണെങ്കിലോ സർക്കിൾ ആണെങ്കിലോ ഏതെങ്കിലും ഷേപ്പുകൾ വരച്ചുകൊണ്ട് ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഈ ഒരു പാർട്ടിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായി ഏതെങ്കിലും വിധേനയുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ അതല്ലെങ്കിൽ F2 മീഡിയ ക്ലാസ് റൂം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. എനിവേസ് നെക്സ്റ്റ് വീഡിയോയിൽ ഇല്ലുസ്ട്രേറ്ററിൻ്റെ മറ്റൊരു സബ്ജക്റ്റുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.